ഹലോ കൂട്ടുകാരി, അപ്പൊ ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. സാധാരണ ചിക്കൻ കറിയാട്ടോ, എന്നാലും ഞങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീട്ടിൽ 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക കേട്ടോ. നമ്മുടെ രാകേഷും മോൻ രോഹിത്തും. അപ്പൊ സാധാരണ ഒരു ചിക്കൻ കറി തന്നെ, വലിയ പ്രത്യേകതയൊന്നുമില്ല. എന്നാലും ഞാൻ എൻ്റെ റെസിപ്പി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് സവാള അധികം വേണം കേട്ടോ, അപ്പം ഞാൻ കുറച്ച് അധികം സവാള എടുക്കും. പിന്നെ പച്ചമുളക്, വേപ്പില, കറിവേപ്പില ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കണം കേട്ടോ, വാഴയിലയിൽ പൊതിഞ്ഞിട്ട്. കുറേ നാളിരുന്നു. ഇപ്പം കുറച്ചായപ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് കളറായി തുടങ്ങി. എന്നാലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, കളഞ്ഞില്ല കേട്ടോ. ഫ്രഷ് വേപ്പില നമുക്ക് പുറകിൽ ഉണ്ട്, ഗാർഡനിലുണ്ട്. എന്നാലും ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്നും കൊണ്ടുവരും കേട്ടോ. വേറെ ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും കറിവേപ്പില അത് 2 വീട്ടിലും ഉണ്ട്, എടപ്പള്ളി വീട്ടും പണ്ടപ്പള്ളി വീട്ടിലും ഉണ്ട്. അപ്പം ഞാൻ എവിടെ നിന്നാണോ പോന്നെ അവിടെ നിന്ന് എടുത്തിട്ട് പോരും. അങ്ങനെയാണ്, ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിക്കും. സാധാരണ പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ജിഞ്ചർ ഗാർലിക് ചതച്ചത്, ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ ചതച്ചത്, പേസ്റ്റ് അല്ല, ഞാൻ പേസ്റ്റ് മേടിക്കാറില്ല, ചതച്ച് തന്നെ ഉപയോഗിക്കണേ, അതിടും. പിന്നെ 2 ഏലക്ക ചതച്ചിടും കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പം അത് ഇടും. അത് കഴിഞ്ഞ് പിന്നെ സവാള, പച്ചമുളക്, വേപ്പിലയൊക്കെ കൂടി വഴറ്റും. പിന്നെ അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ടൊമാറ്റോ ആഡ് ചെയ്യും. ടൊമാറ്റോ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മസാലകൾ, മല്ലിപ്പൊടി ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. മല്ലിപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് അസിഡിറ്റി പ്രശ്നമൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് മല്ലിപ്പൊടി ഉപയോഗിക്കാറില്ല. ഇതാണ് ജോബയുടെ മോൻ രോഹിത്ത്. ഗാർഡനിൽ നിന്ന് വേപ്പില, നല്ല ഫ്രഷ് വേപ്പില നോക്കി എടുക്കുക കേട്ടോ. അത് ലാസ്റ്റ് എല്ലാം എന്തൊക്കെ കഴിയുമ്പോൾ ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാട്ടോ. ഈ വേപ്പിൻ തൈ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്, ബക്കറ്റിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ചെറിയ തൈകളൊക്കെ ഉണ്ട്, നിറച്ച് തൈയാണ് ബക്കറ്റിൽ നിറച്ച്. അപ്പം ഞാൻ അതിൽ നിന്ന് ഫ്രഷായിട്ട് ഉപയോഗിക്കാനൊക്കെ ഞാൻ അതിൽ നിന്ന് എടുക്കും. മസാലയൊക്കെ ഇട്ട് മൂപ്പിച്ച് കഴിയുമ്പോഴാട്ടോ നമ്മൾ ചിക്കൻ എടുത്തിടുന്നത്. ചിക്കൻ ഇട്ട് നല്ലോണം വഴറ്റിയിട്ട് നല്ലോണം ഇളക്കണം, എല്ലാ പീസിലും നല്ല മസാലയൊക്കെ പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മച്ചിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ ഇങ്ങനെ മസാലയൊക്കെ പൊതിഞ്ഞ് വെക്കും ചിക്കൻ കുറച്ച് നേരത്തേക്ക്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, നേരെ ഇട്ടു. അപ്പോൾ വൈഷ്ണവിനെ കൊണ്ട് ഇളക്കിക്കുകയാണ്, കൈ വേറെടുത്തു എനിക്ക് ഇളക്കിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട് ഹെൽപ്പ് ചെയ്യാൻ, ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു പോർഷൻ മണ്ണുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി അവിടെ കാണുന്നു ഈ കുഴിയാന. അത് എല്ലാ ഇപ്പോഴത്തെ പിള്ളേരതും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ ഇവന്മാരെ 2 പേരെയും വിളിച്ച് കാണിക്കുക കേട്ടോ, മണ്ണിൽ ഇങ്ങനെ കുഴി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല കേട്ടോ, ഇപ്പോഴത്തെ കുട്ടികളൊന്നും കാണുന്നില്ലല്ലോ അങ്ങനെയൊന്നും. അപ്പം ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഇത് എന്താ ഏതാന്നൊക്കെ. അപ്പോൾ അവർക്ക് അതിൻ്റെ ഇംഗ്ലീഷ് പേര് ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടി വരും ഇംഗ്ലീഷ് പേര്. രോഹിത്തിനെ കൊണ്ട് ഇങ്ങനെ അത് മാന്തി നോക്കിക്കുക കേട്ടോ.
പണ്ടൊക്കെ ഞങ്ങളൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ മണ്ണിൽ ഈ കുഴി ഉണ്ടാവും, അപ്പോൾ അതിങ്ങനെ തോണ്ടി നോക്കും. അങ്ങനെയൊക്കെ നമ്മളൊക്കെ പുറത്തൊക്കെ കളിക്കുമല്ലോ. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ പുറത്തൊന്നും കളിക്കലില്ല. പിന്നെ മണ്ണുള്ള സ്ഥലം കുറവുമല്ലേ, കൂടുതലും ടൈലൊക്കെ ഇട്ടല്ലേ. ഇതിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് അത്രയും ഭാഗം കുറച്ച് മണ്ണുണ്ട്. പുല്ല് പിടിപ്പിച്ചൊക്കെ ആയിരുന്നു, പക്ഷെ അത് ഉണങ്ങിപ്പോയി. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പിള്ളേരെ നമ്മൾ പറഞ്ഞും കാണിച്ചൊക്കെ കൊടുക്കണമല്ലോ. ഇതൊക്കെ ഒരു അറിവല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവന്മാർക്കത് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അതെന്താ ഏതാന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണിച്ച് എല്ലാം കണ്ട് നോക്കുക, വായിച്ചൊക്കെ നോക്കുക എന്താ ഏതാന്നൊക്കെ. ശരിക്കും അത് ഈ കുഴിയാന ട്രാപ്പ് ഉണ്ടാക്കണമെന്നാണ് പറയണത്. ഈ കുഴിയിലങ്ങനെ മൂടിയിരിക്കും. അപ്പോൾ ആ കുഴിയിലേക്ക് ഉറുമ്പുകളോ ചെറിയ പ്രാണികളൊക്കെ വരുമ്പോഴത്തേക്കും അതിനെ പിടിച്ച് തിന്നും. അതിന് വേണ്ടിയിട്ട് ട്രാപ്പ് ഉണ്ടാക്കി വെക്കണതാണെന്നാണ് പറയണത്. അത് പൂഴി മണൽ, അതായത് ഭയങ്കര നൈസായിട്ടുള്ള മണലുള്ള അവിടത്തൊക്കെയാണ് അത് കാണുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി മേൻപൊടി പോലെ ഞാൻ കുറച്ച് ഗരം മസാല ഇടും. പിന്നെ നമ്മൾ ഗാർഡനിൽ നിന്ന് പറിച്ച ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് തീ ഓഫ് ചെയ്യും കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി കാണും. സാധാരണ ചിക്കൻ കറി തന്നെ നോർമൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അറിയാത്തവരിപ്പോൾ പുതിയതായിട്ടൊക്കെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ എൻ്റെ റെസിപ്പി. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.